എത്ര തിരക്കുള്ളവരായാലും നമ്മുടെ കിച്ചൺ നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിക്കണമെന്നും വെട്ടിത്തിളങ്ങണമെന്നും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ. സമയക്കുറവായിരിക്കാം നമ്മുടെ കാരണം, അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്കായിരിക്കാം. അപ്പോൾ എന്തായാലും അതിനുള്ള ചെറിയ കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു 10-12 ടിപ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം അല്ലേ. അതിൽ നമ്പർ 1, കിച്ചൺ ടവൽ എല്ലാ ദിവസവും വൃത്തിയായി കഴുകി സൂക്ഷിക്കുക. അതിൽ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ നല്ല ചൂടുവെള്ളം തിളപ്പിച്ച് അതിലല്പം വിനാഗിരിയും നമ്മുടെ സോപ്പ് സൊല്യൂഷനും പിന്നെ വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം തിളച്ച ശേഷം നമ്മുടെ കിച്ചൺ ടവൽ അതിലേക്കൊന്ന് മുക്കി വെക്കണം. അത് കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം അതിൽ സോപ്പ് സൊല്യൂഷനൊക്കെ ഒന്ന് പിടിച്ച് നമുക്ക് കൈ പൊള്ളാത്ത രീതിയിൽ അത് കഴുകാൻ പറ്റുന്ന ചൂടാവുമ്പോൾ അതിൽ ആ സിങ്ക് വെച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് ഒലച്ച് കഴുകുക. ഈ കിച്ചൺ ടവൽ എപ്പോഴും നനവുള്ളത് കൊണ്ട് തന്നെ അണുക്കൾ വളരാനുള്ള സാധ്യതയും ഒത്തിരി കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഇങ്ങനെ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മൾ നിർബന്ധമായിട്ടും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴുകിയ ശേഷം നല്ല വെയിലുള്ളിടത്തോടെ തന്നെ ഇട്ട് ഉണക്കി എടുക്കണം. നമുക്കതിന് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെ നല്ലവണ്ണം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നല്ലവണ്ണം നിവർത്തിയിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോയാലോ. നമ്മുടെ അടുക്കളയിലെ സ്ക്രബ്ബർ ഇല്ലേ, നമ്മൾ എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ്. അണുക്കളുടെ കുടുംബ സമ്മേളനം പാർട്ടി മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അണുക്കൾ അതിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചൂടുവെള്ളം തിളപ്പിച്ച ശേഷം ഇച്ചിരി സോഡാപ്പൊടിയും നമ്മുടെ സോപ്പ് സൊല്യൂഷനും ഇച്ചിരി വിനെഗറും കൂടെ ഉപയോഗിച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ മുക്കി വെക്കുക. ചൂടാറി കഴിയുമ്പോൾ നല്ലവണ്ണം നമുക്കൊന്ന് പിഴിഞ്ഞ് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളിത് ചെയ്തേ പറ്റൂ. അതിന് കൂടെ തന്നെ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത കാര്യം, നമ്മൾ സ്ക്രബ്ബർ കുറച്ച് നാളെ തന്നെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റെയിൻ ആയ പാത്രങ്ങളൊക്കെ ഇല്ലേ, പാചകം ചെയ്ത ശേഷം അങ്ങനെയുള്ള പാത്രങ്ങൾ ആദ്യം ആ അഴുക്കെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കഴുകി കളയണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്ക്രബ്ബർ സോപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത് ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ സ്ക്രബ്ബറിന് അധികം കാലമൊന്നും ആയുസ് ഉണ്ടാകത്തില്ല. ഇതിനകത്തിൽ ഈ ചോറിൻ്റെ അവശിഷ്ടങ്ങളോ ആഹാര സാധനത്തിൻ്റെ അവശിഷ്ടങ്ങളോ ഒക്കെ കയറിയിരുന്ന് അണുക്കൾ വേഗം വളരുകയും നമുക്ക് വേഗം അസുഖം പിടിക്കുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. നമ്മൾ ഒരു ചെറിയ വേസ്റ്റ് ബിൻ ഉപയോഗിക്കാം. ചെറിയ വേസ്റ്റ് ബിൻ ആകുമ്പോൾ നമുക്ക് എന്തായാലും അന്ന് തന്നെ എംപ്റ്റി ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അഴുക്ക് കൂനകളൊന്നും അവിടെ ഇരുന്ന് സ്മെല്ല് വരാതെ നമ്മുടെ അടുക്കള ക്ലീൻ ആയിട്ടിരിക്കാൻ നമ്മളിത് സഹായിക്കും കേട്ടോ. ഇനി നമുക്ക് 4ാമത്തെ പോയിന്റിലേക്ക് പോകാം. 4ാമത്തെ പോയിന്റ്, നമ്മുടെ സിങ്ക് ഓവറായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കാതെ നമ്മൾ പാത്രങ്ങളൊക്കെ അന്നന്ന് കഴുകി വെക്കുക. കുട്ടികളൊക്കെ പോകുമ്പോൾ നമ്മൾ ഇച്ചിരി തിരക്കായിരിക്കും. അത് കഴിഞ്ഞ ശേഷം വന്ന ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ സ്ക്രബ്ബറിൻ്റെ കാര്യം പറയുമ്പം ഈ സ്ക്രബ്ബർ 2-3 ആഴ്ചയെ കൂടുതൽ നമ്മൾ ഒരെണ്ണം യൂസ് ചെയ്യരുത് കേട്ടോ. അത് നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 4 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി 5ാമത്തെ പോയിന്റിലേക്ക് പോയാലോ. മസ്റ്റായിട്ട് നമ്മളൊരു കിച്ചൺ ടവൽ യൂസ് ചെയ്യുക കേട്ടോ. കിച്ചൺ ഹാൻഡ് ടവൽ യൂസ് ചെയ്യുക. ഇത് നമുക്ക് ചെറിയ ഷോപ്പിംഗ് മാളിൽ നിന്നൊക്കെ നിസ്സാര വിലയ്ക്ക് 100 രൂപയ്ക്ക് 2-3 ഒക്കെ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ കോട്ടൺ ടവലില്ലേ, ചെറിയ കോട്ടൺ തുണികളൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് മടക്കി ഇങ്ങനെ സൂക്ഷിച്ച് നമുക്ക് കിച്ചൺ ടവലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പാത്രം തുടയ്ക്കാനും നമ്മുടെ കൈകൾ തുടയ്ക്കാനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ മസ്റ്റായിട്ട് ഇത് ആഴ്ചയിൽ 1-2 തവണ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കണം. വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി തന്നെ ഇത് യൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതും അണുക്കൾ വളരാനുള്ള ഒരു സ്ഥലമായിട്ട് മാറും. അവസാനം ഉപകാരത്തിന് ചെയ്തത് ഉപദ്രവമായി തീരരുത് കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിനകത്താണ് കേട്ടോ ഈ ടവലെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഉണക്കിയെടുത്ത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കും. അപ്പോൾ ആവശ്യാനുസരണം ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് എടുത്ത് അത് റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി 6ാമത്തെ പോയിന്റിലേക്ക് പോകാം. 6ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാമ്പാറിനോ അവിയലിനോ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയൊരു മുറം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് അത് പീൽ ചെയ്തിടുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഒക്കെ അതിലേക്ക് ഇടുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് എവിടെയെങ്കിലും നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെടിയുടെ മൂട്ടിലോ വേസ്റ്റ് ബിന്നിലോ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാനൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ അവിടെ കൊണ്ടിടുക. അപ്പോൾ നമുക്ക് ആ ബയോഗ്യാസും കിട്ടും. അല്ലെങ്കിൽ ചെടിയുടെ മൂട്ടി കൊണ്ടിട്ട് അവർക്ക് നല്ല വളമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഉള്ള ഡ്രാഗൺ ഫ്രൂട്ട്സിനൊക്കെ ഇത് തന്നെയാണ് വേസ്റ്റുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്ലാന്റ് വേസ്റ്റും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ അടുക്കള നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വലിയ ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നുമില്ല. അപ്പോൾ 7ാമത്തെ കാര്യം ഫ്രിഡ്ജിനെ സംബന്ധിച്ചാണ്. ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ തുറന്നു വെച്ച ആഹാര സാധനങ്ങളൊന്നും കൊണ്ടുവെക്കാതിരിക്കുക. ഒരുമാതിരി 4-5 മാസം കൂടുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്താലും മതിയാവും. പക്ഷേ അതിനകത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കുത്തിക്കയറ്റി വെക്കുക. നമ്മൾ ഒരു ദിവസം ഒന്ന് ആഹാര സാധനങ്ങൾ ബാക്കി വന്നു, പിറ്റേ ദിവസം തന്നെ അത് തുറന്നു നോക്കി അതിനകത്തിൽ ബാക്കി എന്തൊക്കെയുണ്ട് അതൊക്കെ എടുത്ത് ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള ആഹാര സാധനങ്ങളൊക്കെ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ നോക്കുക. അതിനകത്തിൽ ഇങ്ങനെ ഡംപ് ചെയ്ത് ഇടാതിരിക്കുക. ഇനി 8ാമത്തെ കാര്യം, കഴിയുമെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഡ്രെയിനേജ് ഒക്കെ ബ്ലോക്ക് ആയിട്ട് ഭയങ്കര സ്മെല്ല് വരികയും പിന്നെ അത് കുത്തിയെടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള കാര്യങ്ങളാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിനർ ഒരു 30 രൂപ 50 രൂപയ്ക്ക് ആവത്തുള്ളൂ കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ഒക്കെ അങ്ങനെ എടുത്ത് തട്ടിക്കളയാൻ പറ്റും. ഇനി 9ാമത്തെ കാര്യം, നമ്മൾ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള പാത്രങ്ങളില്ലേ, ഇതിലൊക്കെ ധാരാളം അണുക്കളും അഴുക്കുകളും നമ്മൾ കരിയൊക്കെ
കയ്യൊക്കെ പുരണ്ട കൈയൊക്കെ പിടിക്കുന്ന മുഖാന്തരം എപ്പോഴും അഴുക്ക് വരാൻ സാധ്യതയുള്ള പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതും 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ഒരു ഷൈനിങ് അടുക്കളയായിരിക്കും കേട്ടോ. കാണുന്നവർ പറയും അല്ല മിന്നി തിളങ്ങുന്നുണ്ടല്ലോ എന്ന് പറയാൻ ഒരു കാരണമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഉണങ്ങിയ ശേഷം സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. 10ാമത്തെ കാര്യത്തിലേക്ക് പോകാം. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളി ഫുഡായിരുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ ഫുഡ് ഉണ്ടാക്കിയ ശേഷം ചൂടാറുന്നതിന് മുന്നേ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കുക. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വലിയ പാത്രമില്ലേ അത് അപ്പോൾ തന്നെ കഴുകി വെക്കുക. നമ്മുടെ അടുക്കളയ്ക്കകത്ത് ഒത്തിരി സൗകര്യം തോന്നാനും ഒത്തിരി സ്ഥലം തോന്നാനും ഒതുങ്ങിയിരിക്കുന്ന പോലെ ഒരു ഒതുക്കം വരാനും ഒക്കെ ഇത് അടിപൊളി ടിപ്പാണ് കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ ഒതുക്കിയ സാധനങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.